ജ്ഞാനത്തിന്റെയും അജ്ഞാനത്തിന്റെയും നിർവചനം വളരെ സ്പഷ്ടമായി മനസ്സിലാക്കുവാൻ വേണ്ടി ജ്ഞാനത്തിന്റെയും അജ്ഞാനത്തിന്റെയും പ്രത്യേകതകളെക്കുറിച്ച് സ്മരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വ്യക്തികളുടെ ഉള്ളിലെ സ്വാർത്ഥതയും വിനാശചിന്തയും ക്രൂരതയും അശാന്തിയും ഭയവും വർദ്ധിക്കുകയാണെങ്കിൽ അജ്ഞാനമാണതിന് കാരണം. എന്നാൽ ഒരു വ്യക്തിയെ ഉദാരമനസ്കനും നിർഭയനും സഹനശീലമുള്ളവനും വിനയാന്വിതനുമാക്കുകയാണെങ്കിൽ ജ്ഞാനമാണതിന് കാരണം. അജ്ഞാനം എല്ലായ്പ്പോഴും ശക്തികളെ ദുരുപയോഗം ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതായിരിക്കും. നാം നമ്മുടെ ശക്തികളോടും നമ്മുടെ സമസ്ത സാമർഥ്യങ്ങളോടുമുള്ള സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അവയെല്ലാം നമ്മുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്കും ഉപരിയായി ഈ പ്രപഞ്ചത്തിന്റെ ഉന്നതിക്ക് വേണ്ടി സമർപ്പിക്കുകയാണെങ്കിൽ അതും ജ്ഞാനമാകുന്നു. ജ്ഞാനത്തിന്റെ പ്രധാന ഉദ്ദേശം തന്നെ പരോപകാരമാണ്, സൃഷ്ടിയാണ്. മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുകയും അവയെ ആദരിക്കലുമാണ് യഥാർത്ഥ ജ്ഞാനം. ഈ ജ്ഞാനം നമുക്ക് നമ്മുടേത് മാത്രമല്ല, മറ്റുള്ളവരുടെ സുഖങ്ങളെയും ദുഃഖങ്ങളെയും കുറിച്ച് മനസ്സിലാക്കുവാനുള്ള കഴിവും പ്രദാനം ചെയ്യുന്നു. നാം ഒരിക്കലും മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നാം ജ്ഞാനമുള്ളവനാണെന്ന് എപ്രകാരമാണ് നമുക്ക് പറയുവാൻ സാധിക്കുക? അജ്ഞാനം കാരണം പലപ്പോഴും വ്യക്തികൾ ലൗകിക ജീവിതത്തിൽ മുഴുകിപ്പോകുന്നു. അവർ മോഹമായയിൽ ഉഴലുവാനും തുടങ്ങുന്നു. അജ്ഞാനം എന്നത് പരമമായ സത്യത്തിൽ നിന്നും നമ്മെ അകറ്റുവാനുള്ള മാധ്യമമാണ്. എന്നാൽ ജ്ഞാനം ഒരു വ്യക്തിയെ പരമമായ സത്യത്തിലേക്ക് നയിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. ജ്ഞാനം മുക്തിദായകവുമാണ്, മോക്ഷത്തിനുള്ള മാർഗവുമാണ്. ഈ മുക്തിദായകമായ ജ്ഞാനത്തിന്റെ സർവോത്തമ രൂപമാണ് ആത്മജ്ഞാനം എന്നത്. ഇതുതന്നെയാണ് ജ്ഞാനത്തിന്റെ പരിപൂർണതയും.